ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡേ മൈ ലൈഫ് ഒന്നും ചെയ്യലില്ല. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണി അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും തേങ്ങ ചിരകി വെക്കണത്. എൻ്റെ തേങ്ങ ചിരകി വെച്ചതൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ തേങ്ങ ചിരകി വെക്കണത് നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ തേങ്ങ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഫ്രിഡ്ജാണ് തുറക്കുക, തേങ്ങ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിരകി വെച്ചാൽ ഇതുപോലെ പാത്രത്തിലാക്കിയാൽ ഞാൻ ഒരുപാട് 8 ദിവസം 10 ദിവസമൊക്കെ നിൽക്കും. ഒരു കേടും പറ്റില്ല. എത്രയും നിൽക്കലുണ്ട് എൻ്റെ അടുത്തുനിന്ന്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു തേങ്ങ അങ്ങനെ ചിരകി വെച്ചിട്ട് കേട് വരെയുണ്ട് എന്നാണ്. പക്ഷേ ഞാനിതുവരെ ചിരകി വെച്ചിട്ട് കേട് വന്നിട്ടില്ല കേട്ടോ. ഓട്ടടക്കുള്ള മാവാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടട നല്ലോണം നന്നായി ചുടാൻ പറ്റുന്ന വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലിങ്ക് എടുത്ത് കണ്ടു നോക്കേണ്ടിയിട്ടാണ്. നല്ല നന്നാവുണ്ട്. ഉഴുന്നിട്ട് ചുട്ടാൽ നല്ല നന്നാവും. പക്ഷേ ഞാൻ ഇന്നത്തേൽ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ചോറിന് തീ പിടിപ്പിക്കുകയാണ്. ചോറ് ഇടയ്ക്ക് ഗ്യാസുമ്മൽ വെക്കും. ഇത് വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ അടുപ്പത്ത് തന്നെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ റൈസ് കുക്കറുണ്ട്. റൈസ് കുക്കറിൽ പിന്നെ ചോറ് വെക്കണ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല. അതിൻ്റെ ഒരു സ്മെല്ലൊന്നും എനിക്ക് അത്ര പറ്റണില്ല. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ ചായയൊക്കെ കുടിക്കും കേട്ടോ. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടാൾ പണിക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാനും ചായ വേഗം കുടിക്കും. 7 മണിയാകുമ്പോൾ ചായ കുടിക്കും. ചായയൊക്കെ കുടിച്ച് ചോറിനരിട്ട് അങ്ങനെ ഓരോരോ പണികളിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് പണികളുണ്ടാവുമല്ലോ വീട്ടിൽ. എനിക്ക് 10 മണിയാകുമ്പോൾ ഒന്ന് അനിയത്തിൻ്റെ മോളെ സ്കൂളിൽ ചേർത്താൻ പോകാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് ബത്തൽ കറിയാണ് കേട്ടോ വെക്കണത്. ബത്തൽ തന്നെയാണ് പറയൽ. ചെറിയ നത്തോലി അങ്ങനെയൊക്കെ പറയുമല്ലോ അതിന്. അതാണ് ഈ മീൻ. അപ്പോൾ അതാണ് ഇന്ന് കറി വെക്കുന്നത്. തേങ്ങ അരച്ച് സിമ്പിളാണ് കറി വെക്കാൻ. തക്കാളീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ കറി വെക്കാൻ. മാങ്ങ ഉണ്ടായാൽ മതി. മാങ്ങ ഉണ്ടായാൽ അതിൽ മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, ഒരുപാട് മുളക് പൊടി ഇടണ്ട, മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് പോരാ. വേഗം പെട്ടെന്നാവണ ഒരു കറിയാണിത്. ഇന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ ജോലികളും ചെയ്ത് തീർക്കേനി കേട്ടോ. അപ്പം ഇന്ന് തുടക്കാനൊക്കെ ഉണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോവുകയാണ്. അനിയത്തിൻ്റെ കുട്ടിയാണത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ്. മലപ്പുറം ഇവളെ ചേർത്താനാണ് പോണത്. സ്ട്രൈറ്റ് പാത്ത് പറഞ്ഞ സ്കൂളിലേക്കാട്ടോ പോണത്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ നല്ല ഉയർന്നൊരു സ്ഥലത്താണ് ആ സ്കൂൾ നിൽക്കുന്നത്. മാത്രമല്ല അടിപൊളി പിന്നെ സ്കൂളിൻ്റെ ടർഫും അതേപോലെ ക്യാൻറ്റീന്, നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ. സ്കൂൾ കണ്ടാൽ തന്നെ ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് ഉള്ള സ്കൂളാണ്. എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ അവിടെ പഠിക്കാൻ പൂതിയാവും. അത്രക്കും നല്ല രസമുള്ളൊരു സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ അവളെ അവിടെ ചേർത്താൻ അഡ്മിഷൻ്റെ ഫോമാണിത്. അഡ്മിഷൻ ഫോമൊക്കെ ഒരുപാട് പേജൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യണോള്. അപ്പം ഞാൻ ഏതായാലും വെറുതെ കൂടെ പോയതാണ്. അപ്പോൾ പോസ്റ്റായി ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് അവിടെ കയറുന്ന ആ ലിവിങ് റൂമിൽ തന്നെ ഇതുപോലെ ഒരുപാട് ട്രോഫികളുണ്ട് കേട്ടോ. സ്കൂളിൽ കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. അപ്പോൾ ഞാൻ കുട്ടീനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുട്ടി കരഞ്ഞപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു. അഡ്മിഷൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ നടന്നു പോയിട്ടാണ്. ഞാനും അനിയത്തിൻ്റെ മോളും കൂടി താഴോട്ട് ഇങ്ങനെ നടന്ന് അവിടെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ഒരു ക്യാൻറ്റീന്. അതുപോലെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ സ്കൂളിലുള്ളതാണിത്. ഇത് ക്യാൻറ്റീനാണ്. മറ്റേത് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് സ്കൂളാണ്. ഫീസും ഉണ്ട്. പക്ഷെ എന്നാലും നല്ല അടിപൊളി സ്കൂളാണ്. നല്ല കുന്നിൻ്റെ മുകളിലായിട്ട് പ്രകൃതി ഭംഗി അത് എന്നെക്കാളുമാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കാറ്റും അങ്ങനെ നല്ലൊരു സ്ഥലവും ഇതും എല്ലാം ഇഷ്ടപ്പെട്ട ഞങ്ങൾക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടൊക്കെ നല്ല ഇറക്കവും കയറ്റൊക്കെയാണ്. അപ്പോൾ കുത്തനങ്ങനെ കയറി. ഇത് എവിടെയാണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടീൻ്റെ വീടില്ലേ, വീടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് പോവുക. ഞാനവിടെയൊക്കെ പോയി വന്ന് പിന്നെ ഒരു ചോറൊക്കെ തിന്ന് പിന്നെ ഐസ്ക്രീം കഴിച്ച് ചോറും തിന്ന് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ലേന് കേട്ടോ. പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ അതൊക്കെ തിന്ന് അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയി. പിന്നെ ചെറിയ വീഡിയോകളൊക്കെ അങ്ങനെ എടുത്തതാണ്. ബ്രോസ്റ്റ് കൊണ്ടതിന് പിന്നെ അത് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ബ്രോസ്റ്റ് കഴിച്ചു.